വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞ് സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചു കഴിഞ്ഞപ്പോൾ IAS സെലക്ഷൻ കിട്ടി. തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി അടുത്ത് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ അത് എത്ര എളുപ്പമാണ് എന്നും മനസ്സിലായി. ജില്ലാ കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് ജനസമ്പർക്ക പരിപാടികൾ നടത്തി ഫലപ്രദമായി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ റബ്ബർ ബോർഡിൻ്റെ ചെയർമാനായി 10-25 വർഷം മുൻപ് സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ചപ്പോൾ ചെറുകിട റബ്ബർ കർഷകരുടെയും അവിടുത്തെ തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങളുടെ രൂക്ഷത മനസ്സിലാക്കി. അവർക്ക് പരിഹാരം കാണാൻ അവരെ സംഘടിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് മനസ്സിലാക്കി നമ്മുടെ 2000 ഗ്രാമങ്ങളിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി അവരാൽ നടത്തപ്പെടുന്ന അവരുടെ സ്വന്തം റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ, റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ്, RPSകൾ സ്ഥാപിച്ചത് ഓർക്കുന്നു. ഈ ഒരു RPS പ്രസ്ഥാനം ഇന്ന് കേരളത്തിൻ്റെ റബ്ബർ മേഖലയുടെ ജീവനാഡിയായി തീർന്നിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ഔദ്യോഗിക തലത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ക്രിയാത്മകമായ നടപടിക്രമങ്ങൾ അല്പം പ്രതിബദ്ധതയോടുകൂടി നടപ്പിലാക്കിയാൽ അത് വലിയ പ്രയാസമൊന്നുമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് നീണ്ട ഔദ്യോഗിക ജീവിതം കഴിഞ്ഞും പൊതുജന സേവനത്തിനായി ഇറങ്ങണം എന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ 10 വർഷങ്ങളായി ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ വെറുതെ പ്രവർത്തിക്കുന്നതിനേക്കാൾ നമുക്കെന്തെങ്കിലും അധികാര സ്ഥാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഫലപ്രദമായി ചെയ്യാൻ കഴിയൂ എന്നുള്ളതും വ്യക്തമായി മനസ്സിലായി. ആ സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ നടത്തി ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായി പ്രവർത്തിക്കാനും ആത്മാർത്ഥമായി ജനങ്ങളുടെ പ്രശ്നങ്ങളെ സമീപിച്ച് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഊർജ്ജസ്വലമായി നടപ്പാക്കാനും കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്.